Next theorem. If CA congruent to CB mod n, if CA congruent to CB mod n, then if CA congruent to CB mod n and GCD of n comma C equal to 1, എന്നും സിയും തമ്മിലുള്ള ജി സി ഡി 1 ആണെങ്കിൽ, അതായത് റിലേറ്റീവ്ലി പ്രൈം ആണ്, എന്നും സിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, then A congruent to B mod n. അതായത് സി എ കോൺഗ്രുവന്റ് ടു സി ബി ആണ്, നിങ്ങൾക്കത് കാണാം. പിന്നെ നിങ്ങൾ വെട്ടിക്കളയാൻ ഉദ്ദേശിച്ച സിയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. നിങ്ങൾ വെട്ടിക്കളയാൻ ഉദ്ദേശിച്ച സിയും എന്നും റിലേറ്റീവ്ലി പ്രൈം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപൂർവ്വം സിയെ വെട്ടിക്കളയാം, മോഡിലേക്ക് മാറ്റം ഉണ്ടാകത്തില്ല. സിമ്പിൾ പ്രൂഫാണ്. തൊട്ട് മുമ്പത്തെ തിയറം ശ്രദ്ധിക്കുക. സി എ കോൺഗ്രുവന്റ് ടു സി ബി മോഡ് എൻ ആണെങ്കിൽ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ബൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ എന്നും സിയും തമ്മിലുള്ള ജി സി ഡി ആണ്. അതിവിടെ 1 ആണ്. അപ്പൊ അതനുസരിച്ച് ഈ തിയറം വെച്ചിട്ട് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ബൈ 1 ആവൂല്ലോ. എൻ ബൈ വൺ എൻ ആണല്ലോ. കഴിഞ്ഞു. സിമ്പിൾ. അതായത് നിങ്ങളുടെ കോമൺ മൾട്ടിപ്പിൾ എന്നുമായി റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി വെട്ടിക്കളയാം. അകത്തുള്ള യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ടു മുമ്പേ പറഞ്ഞ തിയറത്തിൽ നിന്ന് അത് കൺക്ലൂഡഡ് ആണ്. ഇത് ഇനി പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ഇനി ഒരു പ്രൂഫിന്റെ ഒരാവശ്യമില്ല. കാരണം തൊട്ടു മുമ്പേ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് അറിയാം എ കോൺഗ്രുവന്റ് ബി മോഡ് എൻ ബൈ ഡി ആണ്. ഇവിടെ റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ജി സി ഡി 1 ആണ്. അപ്പൊ എൻ ബൈ 1 എൻ കഴിഞ്ഞു. ഇതിന് പ്രൂഫ് ഇല്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രൂഫ് ഇല്ല. ഇത് നേരത്തെ എഴുതിയതിൽ നിന്ന് കൺക്ലൂഡഡ് ആണ്. കഴിഞ്ഞു. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട, മീൻസ് ഈക്വൽ ടുവിനുള്ള പ്രോപ്പർട്ടികൾ പലതും ഇതിനുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈക്വൽ ടുവിന് ഉള്ള, പക്ഷെ ഇതിന് ആ ലാഘവത്തോടെ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഏട്ടാ. ഇനി നോക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഒരു ഇന്റിജർ ഉണ്ട് എ. എ. ഈ എയിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതുന്നു. ഡിവിഷൻ അൽഗരിതം. എയിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ അൽഗരിതം വെച്ച് റിമൈൻഡർ എഴുതുന്നു. എൻ ക്യൂ പ്ലസ് ആർ. ആറിന് പ്രത്യേകതകളുണ്ട്, അതൊന്നും ഞാനിപ്പോ മൈൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ചുമ്മാ എഴുതിയേക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എൻ. എയിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതുന്നു. ഞാൻ ആറിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എ മൈനസ് ആർ ഇസ് ഈക്വൽ ടു എൻ ക്യൂ. അതായത് എ മൈനസ് ആർ എന്നിന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് എൻ ഡിവൈഡ്സ് എ മൈനസ് ആർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺഗ്രുവൻസിന്റെ കണ്ടീഷൻ വെച്ചിട്ട് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്കറിയാം, എഴുതാം എ കോൺഗ്രുവന്റ് ടു ആർ മോഡ് എൻ. അതായത് എയിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനോട് എ കോൺഗ്രുവന്റ് ആയിരിക്കും. എയിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനോട് എ കോൺഗ്രുവന്റ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് 17നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 5 × 3 + 2. 5 × 3 + 2. റിമൈൻഡർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 17 കോൺഗ്രുവന്റ് ടു 2 മോഡ് 3. 17 - 2 15 ആണ്. 15നെ 3 ഡിവൈഡ് ചെയ്യും. കോൺഗ്രുവൻസ് കറക്റ്റ് ആണ്. ഇനി 25നെ
7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 3 പ്ലസ് 4, റിമൈൻഡർ 4ആണ്. അപ്പോൾ 25 കോൺഗ്രുവന്റ് ടു 4 mod 7. 25നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനോട് അയാൾ കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പൊ 25 - 4 21, അത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഡൺ. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യമാണ്, എ ഈക്വൽ ടു എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 6 ആണെങ്കിൽ എ കോൺഗ്രുവന്റ് ടു 0 മോഡ്, സോറി 0 അല്ല, R മോഡ് n ആയിരിക്കും. R മോഡ് n, റിമൈൻഡർ മോഡ് n. ഇതങ്ങനെ പ്രൂഫും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ്. ഒരു എലമെന്റ് അയാളെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനോട് കോൺഗ്രുവന്റ് ആയിരിക്കും, നോ ഡൗട്ട്. നെക്സ്റ്റ്, എ കോൺഗ്രുവന്റ് ടു 0 mod n. എ കോൺഗ്രുവന്റ് ടു 0 mod n. എ കോൺഗ്രുവന്റ് ടു 0 mod n എന്ന് പറഞ്ഞാൽ, എ കോൺഗ്രുവന്റ് ടു 0 mod n എന്ന് പറഞ്ഞാൽ എയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. എയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. ദാറ്റ് ഇസ് ഇഫ് ആൻഡ് ഓൺലി n ഡിവൈഡ്സ് a. n ഡിവൈഡ്സ് a. n ഡിവൈഡ്സ് a - 0 ആണ്. n ഡിവൈഡ്സ് a. അതായത് കോൺഗ്രുവൻസ് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം ആ എ എന്നിന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളതാണ്. ആ എ എന്നിന്റെ മൾട്ടിപ്പിൾ ആണ്. കോൺഗ്രുവന്റ് ടു 0 ആണോ? അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ആണ്, ഡിവൈഡ് ചെയ്യും, ഒരു കുഴപ്പമില്ല. മൾട്ടിപ്പിൾ ആണ്, ഡിവൈഡ് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എ കോൺഗ്രുവന്റ്, എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനോട് കോൺഗ്രുവൻസ് എഴുതാം. എ കോൺഗ്രുവന്റ് R mod n എന്ന് എഴുതാം. ഇനിയിപ്പോ എ കോൺഗ്രുവന്റ് 0 mod n ആണെങ്കിലോ അവിടെ ഡൗട്ടിന്റെ ആവശ്യമില്ല. എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതാണ് അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഡൺ. ഇതിലൊന്നും ഞാനൊരു പ്രൂഫോ തിയറമോ പറഞ്ഞിട്ടില്ല. ഇതിലൊരു പ്രൂഫോ തിയറമോ പറഞ്ഞിട്ടില്ല. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഞാൻ പോകുന്നത് തിയറത്തിലേക്കാണ്. തിയറം വെരി സിമ്പിൾ തിയറം. ഇത് വളരെ സിമ്പിൾ ആയൊരു തിയറമാണ്. പ്രൂഫ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല ഇതിന്. ഈ ഇതുവരെ ചെയ്തതെല്ലാം പോലെ, ഈ പാഠത്തിൽ ചെയ്ത എല്ലാം പോലെ 2 വരി 2 വരിയേ ഉള്ളൂ. ഇതിൽ പ്രൂഫ് അല്ല. ശരി, എന്താണെന്ന് നോക്കാം. ഫോർ ആർബിട്രറി ഇന്റിജേഴ്സ്, ഫോർ ആർബിട്രറി ഇന്റിജേഴ്സ്, A and B, A congruent to B mod n, A congruent to B mod n, if and only if and only A congruent to B mod n എന്ന് പറയണമെങ്കിൽ, A congruent to B mod n ആണെന്ന് പറയണമെങ്കിൽ A and B leaves same remainder, leaves same remainder, remainder when divided by A. Sorry, when divided by n. നിങ്ങൾക്ക് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n എന്ന് പറയണമെങ്കിൽ എനെയും ബിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെയിം റിമൈൻഡർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂ. 2 എലമെന്റ്സ്, 2 ഇന്റിജേഴ്സ് കോൺഗ്രുവന്റ് എന്ന് പറയണമെങ്കിൽ അവരെ രണ്ടുപേരെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കണം. എങ്കിലേ പറയാൻ കഴിയൂ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് 23
congruent to 23 congruent to 53 mod 6. 23 congruent to 53 mod 6. പരീക്ഷിച്ച് നോക്കാം. 23 മൈനസ് 53 മൈനസ് 30. 6 മൈനസ് 30 ഡിവൈഡ് ചെയ്യും. അതായത് 6 23 മൈനസ് 53 ഡിവൈഡ് ചെയ്യും. ഇയാൾ ഓക്കെ ആണ്, ഇയാൾ കറക്റ്റ് ആണ്, ഈ പറഞ്ഞ കറക്റ്റ് ആണ്. നമുക്കിനി 6 കൊണ്ട് 23 പ്രത്യേകം ഡിവൈഡ് ചെയ്ത് നോക്കാം. 23 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 6 ഇൻറ്റു 3 പ്ലസ് 5 18 പ്ലസ് 5 6 ഇൻറ്റു 3 പ്ലസ് 5 അതാണ് 23. 53 ഡിവൈഡ് ചെയ്ത് നോക്കാം. 53 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 53 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 8 6 ഇൻറ്റു 8 48 48 പ്ലസ് 5 28നെ 53നെയും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ കിട്ടിയത് 5 ആണ്. സെയിം റിമൈൻഡർ. ഈ പറഞ്ഞ കാര്യം ശരിയാണ്. വീണ്ടും നമുക്ക് നോക്കാം. രണ്ട് നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ വരുന്നു. സേ ഫോർ എക്സാമ്പിൾ 46നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 4 പ്ലസ് 6. നെക്സ്റ്റ് 106നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 10 ഇൻറ്റു 10 പ്ലസ് 6 സെയിം റിമൈൻഡർ വരും. നമുക്ക് 106 മൈനസ് 46 നോക്കാം. 106 മൈനസ് 46 60 60നെ 10 ഡിവൈഡ് ചെയ്യും. 10 divides 60. That is 10 divides 106 minus 46. 10 divides 106 minus 46. That is 106 congruent to 46 mod 10. കണ്ട, 2 എലമെന്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സേവ് ആയി. അത് 2 എലമെന്റും 10നോട് കോൺട്രിബ്യൂട്ട് ആയി കഴിഞ്ഞു. ഈ കാര്യം എല്ലാ നമ്പറിനും ശരിയാണെന്ന് തെളിയിക്കലാണ് നമ്മുടെ ജോലി. എല്ലാ നമ്പറിനും ശരിയാണെന്ന് തെളിയിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഈ സൈഡിൽ എഴുതിയത് വെറും എക്സാമ്പിൾ ആണ്. നമ്മളിത് പ്രൂവ് ചെയ്യുമ്പോൾ പ്രൂഫ് ജനറൽ ആയിരിക്കണം. ജനറൽ ആകാൻ ഇവിടെ ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് ഉണ്ട്. നാട്ടിൽ ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ജനറൽ പ്രൂഫിലേക്ക് തന്നെ പോകണം. അപ്പൊ ഞാൻ പ്രൂഫ് എഴുതുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് എഴുതുന്നത് നോക്കാം. ഇവിടെ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്കുക, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഞാനിത് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇഫ് ആൻഡ് ഓൺലി. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാല് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എയും ബിയും സെയിം റിമൈൻഡർ തരും. ഇനി എയും ബിയും സെയിം റിമൈൻഡർ തന്നാലും എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യമാണ് അവർ പറയുന്നത്. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എയും ബിയും സെയിം റിമൈൻഡർ തരും. ഇനി എയും ബി സെയിം റിമൈൻഡർ തന്നാൽ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആയിരിക്കും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ശരി എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത്. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ പ്രൂവ് ചെയ്യുമ്പോൾ ആദ്യം എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ എന്ന് എടുക്കുന്നു. അതിനുശേഷം എയും ബിയും സെയിം റിമൈൻഡർ തരും എന്ന് പ്രൂവ് ചെയ്യും. ഇനി അടുത്ത എയും ബിയും സെയിം റിമൈൻഡർ തരും എന്നെടുക്കുന്നു. എന്നിട്ട് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ എന്ന് പ്രൂവ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ജോലി. ശരി, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. പ്രൂഫ് ലെറ്റ് ആദ്യം നമ്മൾ എടുക്കുന്നു എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആണെന്ന് എടുക്കും. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആണെന്ന് എടുക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് എ ആൻഡ് ബി leaves same remainder
when divided by n, when divided by n. നമ്മുടെ ലക്ഷ്യമൊക്കെ ഞാൻ എഴുതി വെച്ചു. n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണ് രണ്ടുപേരും നൽകുന്നത്, എയും ബിയും നൽകുന്നത് എന്ന് എനിക്ക് തെളിയിക്കണം. ഇതാണ് എന്റെ ജോലി. ഇതാണ് എന്റെ ജോലി. ശരി, അപ്പോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n എന്ന് പറഞ്ഞാൽ, എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n എന്ന് പറഞ്ഞാൽ ഗിവൺ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n, അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, n ഡിവൈഡ്സ് എ മൈനസ് ബി. അതായത് എ മൈനസ് ബി എന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, എ മൈനസ് ബി എന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഇസ് എ മൈനസ് ബി ഈക്വൽ ടു n ഇൻറ്റു സം കെ, n ഇൻറ്റു സം കെ, കെ ഈ സം ഇൻറ്റിജർ, ഏതോ ഇൻറ്റിജർ. എ മൈനസ് ബി എന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ എ മൈനസ് ബി n ഇൻറ്റു കെ ആണെന്ന് എടുക്കുന്നു. ഞാനിവിടെ ഡിവിഷൻ അൽഗരിതം ഉപയോഗിച്ച്, യൂസിങ് ഡിവിഷൻ അൽഗരിതം, യൂസിങ് ഡിവിഷൻ അൽഗരിതം യൂസിങ് ഡിവിഷൻ അൽഗരിതം ഞാൻ ഈ ബിയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ബിയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ബിയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ബി ഈസ് ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ, എൻ ക്യൂ പ്ലസ് ആർ. ആറിന് പ്രത്യേകതയുണ്ട്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എൻ. എൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ലെസ് ദാൻ എൻ. ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അതിനേക്കാൾ ചെറുതായി. അപ്പോ ഡിവിഷൻ അൽഗരിതം വെച്ച് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്, ബിയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന റിമൈൻഡർ ആറാണ്. അയാൾ പൂജ്യമോ പൂജ്യത്തിനേക്കാൾ വലുതോ ആയിരിക്കും, പക്ഷെ എന്നിനേക്കാൾ ചെറുത്. അപ്പൊ ബിയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ ആറാണ്. ബിയിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ ആറാണ്. ബി ഈക്വൽ ടു n ക്യൂ പ്ലസ് ആർ. അങ്ങനെയാണെങ്കിൽ ഈ ആളെ ഞാൻ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ ആളെ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a is equal to, a minus b is equal to n q plus r is equal to n into k. ഈ മൈനസ് എൻ ക്യൂ പ്ലസ് ആറിന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ a is equal to n k plus n q plus r. ആറിന്റെ പ്രത്യേകത ഇതുവരെ കളഞ്ഞൊന്നും പോയിട്ടില്ല, ആറിന് ആ പ്രത്യേകത ഇപ്പോഴും ഉണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ രണ്ടിടത്ത് n കോമൺ ആണ്, ആ n ഞാൻ കോമൺ എടുക്കുന്നു. അപ്പൊ a is equal to n into k plus q plus r, k plus q plus r, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ n. പിള്ളേരെ ഇവിടെ നോക്കിക്കോ, എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ നിങ്ങൾക്കൊരു കോഷ്യന്റ് കിട്ടി k plus q, എന്നിട്ട് പ്ലസ് വേറൊരു നമ്പർ കിട്ടി. ആ നമ്പർ പൂജ്യമോ പൂജ്യത്തിനേക്കാൾ വലുതോ പക്ഷെ ഡിവൈഡ് ചെയ്ത എന്നിനേക്കാൾ ചെറുതോ ആണ്. ഇത് ഡിവിഷൻ അൽഗരിതമാണ്, ഡിവിഷൻ അൽഗരിതമാണ്, ഡിവിഷൻ ആൽഗരിതം ആണ് ഓഫ് എ ആൻഡ് എൻ, ഓഫ് എ ആൻഡ് എൻ. എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവിഷൻ അൽഗരിതമാണിത്. അതിൽ റിമൈൻഡറിന്റെ സ്ഥാനത്ത് 6 വന്നു. സോ റിമൈൻഡർ obtained when a divided by n is a divided by n is r. എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ആര് തന്നെയാണ്? ആറ് തന്നെയാണ്. ഇതേ ആറാണ് ബിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡറും, ബിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡറും ഇതേ ആറ് തന്നെയാണ്. സോ എ ആൻഡ് ബി ലീവ്സ് സെയിം റിമൈൻഡർ, സെയിം റിമൈൻഡർ are when divided by n. n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയും ബിയും ലീവ് ചെയ്യുന്നത് സെയിം റിമൈൻഡർ ആണ്, നിങ്ങൾക്ക് കാണാം. വീണ്ടും ഞാനിത് പ്രൂവ് ചെയ്യുന്നു, വീണ്ടും ഞാനിത് പറയുന്നു. ശ്രദ്ധിക്കുക, എ കോൺഗ്രുവന്റ് ടു ബി മോഡ് n ആണെന്ന് എടുത്തു.
എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എയും ബിയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ തരുന്നു എന്നാണ്. എ കോൺഗ്രുവന്റ് ബി മോഡ് n ആയതുകൊണ്ട് n ഡിവൈഡ്സ് എ മൈനസ് ബി എന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ഞാൻ എഴുതി വെച്ചു. ഇവിടെ ഞാൻ ബിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് എനിക്ക് അവിടെ ഒരു റിമൈൻഡർ 6 കിട്ടി. ഇതേ റിമൈൻഡർ ആണ് എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഈ ബി ഈസ് ഈക്വൽ ടു n ക്യൂ പ്ലസ് ആറിനെ ഞാൻ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ എനിക്ക് കിട്ടുന്നത് എ മൈനസ് എൻ ക്യൂ പ്ലസ് ആർ ഈക്വൽ ടു എൻ കെ എന്നാണ്. അവിടെ നിന്ന് എ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു കെ പ്ലസ് ക്യൂ പ്ലസ് ആർ. എ ഈക്വൽ ടു എൻ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡറിന് പ്രത്യേകത ഉണ്ട് താനും, അത് കളഞ്ഞു പോയിട്ടില്ല. അപ്പൊ എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവിഷൻ അൽഗോരിതമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അവിടെ റിമൈൻഡറിന്റെ സ്ഥാനത്ത് ബിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആളെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എയും ബിയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടും. എനെയും ബിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടും. ഒരു സൈഡിലേക്കുള്ള പ്രൂഫ് റെഡി. ഇനി നമുക്ക് തിരിച്ചു പോക്കാം. കോൺവേഴ്സ്ലി ഞാൻ അസ്യൂം ചെയ്യുന്നു എനെയും ബിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. കോൺവേഴ്സ്ലി ലെറ്റ് എ ആൻഡ് ബി ലീവ് സെയിം റിമൈൻഡർ when divided by n. n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയും ബിയും തരുന്നത് സെയിം റിമൈൻഡർ ആണെന്ന് ഞാൻ എടുക്കുന്നു. അപ്പൊ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് യൂസിങ് ഡിവിഷൻ അൽഗോരിതം എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് Q1 കിട്ടും, റിമൈൻഡർ 6. ബിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ n ഇൻറ്റു Q2 കോഷ്യന്റ് Q2 റിമൈൻഡർ 6 കിട്ടും. 6ന്റെ പ്രത്യേകത 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ n. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ n കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്കിവിടെ എ മൈനസ് ബി കണ്ടുപിടിച്ച് നോക്കാം. എ മൈനസ് ബി ഈ ഫോർമുല വെച്ചിട്ട് NQ1 പ്ലസ് ആർ മൈനസ് NQ2 പ്ലസ് ആർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. NQ1 പ്ലസ് ആർ മൈനസ് NQ2 മൈനസ് ആർ. ഈ പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള രണ്ട് ടേമിൽ നിന്ന് n കോമൺ എടുക്കുന്നു. Q1 മൈനസ് Q2. എ മൈനസ് ബി ഈക്വൽ ടു Q1 മൈനസ് Q2. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു n ഇൻറ്റു സംതിങ്. അതായത് എ മൈനസ് ബി എന്നിന്റെ മൾട്ടിപ്പിൾ ആണ്. എ മൈനസ് ബിനെ n ഇൻറ്റു സംതിങ് എന്ന് എഴുതാം. അപ്പൊ എ മൈനസ് ബി എന്നിന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് n ഡിവൈഡ്സ് എ മൈനസ് ആ n ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിലാണ് എ കോൺഗ്രുവന്റ് ടു ബി മോഡിയൻ. അതാണ് കണ്ടീഷൻ. എ കോൺഗ്രുവന്റ് ടു ബി മോഡിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണല്ലോ. കഴിഞ്ഞു. തിരിച്ച് നമ്മൾ പ്രൂവ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്തു. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ആദ്യത്തെ ആൾ നടന്നാൽ രണ്ടാമത്തെ ആൾ നടക്കും, രണ്ടാമത്തെ ആൾ നടന്നാൽ ആദ്യത്തെ ആൾ നടക്കും. ഹെൻസ് പ്രൂവ്. ഞാൻ പറഞ്ഞു ഇത് വലിയ പ്രൂഫ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയ പ്രൂഫാണ്. കാര്യങ്ങൾ n ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് എഴുതി കാര്യങ്ങൾ. വളരെ സിമ്പിളായ പ്രൂഫാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ പാഠത്തില് പ്രത്യേകിച്ച് കടുകട്ടിയായിട്ട് ഒരു പ്രൂഫ് പോലും ഇല്ല. ശരി, അപ്പൊ ഇനി നേരെ നമ്മൾ കുറച്ച് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. ഫസ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് 41 divides 2 raised to 20 minus 1. Show that 41 divides 2 raised to 20 minus 1.
2⁻20 മൈനസ് 1നെ 2⁻20 മൈനസ് 1നെ 41 ഡിവൈഡ് ചെയ്യുന്നു തെളിയിക്കുക. അപ്പൊ അതിന് 2⁻20 കാൽക്കുലേറ്ററിൽ കൂട്ടുമ്പോ ഏകദേശം ഒരു 10 ലക്ഷം 10,48,000 എന്ന വലിയ നമ്പറാണ് വരുന്നത്. കാൽക്കുലേറ്റർ നമുക്കുള്ളത് കൊണ്ടും 2⁻20 വരെ അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ നിന്ന് 1 കുറയ്ക്കണം. അതിനുശേഷം 41 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. വീണ്ടും പറയുന്നു, 2⁻20 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 1,48,000 സംതിങ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്കത് നോക്കാം. അതിനുശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കണം. എന്നിട്ട് 41 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഡിവിഷൻ നടക്കും. ഫ്രാക്ഷൻ ഒന്നും വരില്ല, ഡിവിഷൻ നടക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഡിവിഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാര്യം നന്നായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ 1 മാർക്ക് പോലും കിട്ടില്ല. 1 മാർക്ക് പോലും കിട്ടില്ല. ഇത് ചെയ്യേണ്ട രീതി അതല്ല. ഇത് ചെയ്യേണ്ടത് കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ടാണ്. കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ടാണ്. ശരി, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായിരിക്കും നമ്മുടെ കോൺഗ്രുവൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് 2 കോൺഗ്രുവൻ ടു 2 മോഡ് 41 ആണല്ലോ. ഒരു നമ്പർ അതിനോട് തന്നെ എപ്പോഴും കോൺഗ്രുവന്റ് ആയിരിക്കും. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റ് ചെയ്ത പോലെ കോൺഗ്രുവന്റ് എ മോഡ് 2 തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കുമല്ലോ, സംശയമൊന്നുമില്ല. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. 2 സ്ക്വയർ കോൺഗ്രുവൻ ടു 2 സ്ക്വയർ. ഇവിടെ 2 സ്ക്വയർ ആയിട്ട് നിന്നു. ഇവിടെ 2 സ്ക്വയറിന്റെ വാല്യൂ അറിയാലോ, 4 മോഡ് n. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച അവസാനത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പവർ എടുക്കാം, പ്രശ്നമില്ല. രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പവർ എടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് അറിയാം. ശരി, നമ്മൾ അത് ചെയ്തു. അടുത്ത് വീണ്ടും രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുകയാണ്. 2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ 2⁻4. 4 the whole square 16 mod 41. 2⁻4 congruent to 16 mod 41. എങ്ങനെ കിട്ടി? ഓക്കെ, രണ്ട് സൈഡും ഇഷ്ടമുള്ള പവർ എടുക്കാൻ പറഞ്ഞു. രണ്ട് സൈഡും ഇഷ്ടമുള്ള പവർ എടുത്തു. ഞാൻ 2⁻4 എടുത്തു, പ്രശ്നമില്ല. എന്നിട്ട് ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ ചെയ്തതാണ്. ഇക്വേഷൻ അല്ല, കോൺഗ്രുവൻസ്. ഫസ്റ്റ് കോൺഗ്രുവൻസ് ഇൻറ്റു സെക്കൻഡ് കോൺഗ്രുവൻസ്. നിങ്ങൾക്കറിയാം എ കോൺഗ്രുവൻ ടു ബിയും സി കോൺഗ്രുവൻ ടു ഡിയും ആണെങ്കിൽ എ ഇൻറ്റു സി കോൺഗ്രുവൻ ടു ബി ഇൻറ്റു ഡി രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2⁻4 കോൺഗ്രുവൻ ടു 2 × 16 മോഡ് 41. 2 × 16 മോഡ് 41 കഴിഞ്ഞു. Therefore, this is equal to 2 × 2⁻4 2⁵ ആണ്. 2 × 16 32 ആണ് മോഡ് 41. 32 ആണ് മോഡ് 41. ഞാനിവിടെ 2⁻20 സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2⁻20 സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. Just a second. ഓക്കെ, whatever it is. ഇത് കുറച്ചുകൂടെ സിമ്പിൾ മെത്തേഡിൽ ചെയ്യാമായിരുന്നു തോന്നുന്നു. ടെക്സ്റ്റ് പറയുന്ന മെത്തേഡിലേക്കാണ് ഞാൻ പോയത്. കുഴപ്പമില്ല. ടെക്സ്റ്റ് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. 2⁵ കോൺഗ്രുവന്റ് ടു 32 മോഡ് 40. ഇനി ഇവിടെ ഒരു ഒബ്സർവേഷൻ ആണ്. 41 ഡിവൈഡ്സ് 32 - -9.
32 മൈനസ് മൈനസ് 9 ഒബ്സർവേഷൻ ആണ്. 32 മൈനസ് മൈനസ് 9 എന്ന് പറഞ്ഞാൽ 32 പ്ലസ് 9 ആണ്. 32 പ്ലസ് 9 41 ആണ്. 41 ഡിവൈഡ് ചെയ്യും, യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ 32 കോൺഗ്രുവന്റ് ടു മൈനസ് 9 41 എന്ന്, മൈനസ് 9 മോഡ് 41 എന്ന് നിങ്ങൾക്ക് ധൈര്യമായി എഴുതാം. മോഡ് 41 എന്ന് നിങ്ങൾക്ക് ധൈര്യമായി എഴുതാം. 41 ഡിവൈഡ്സ് 32 മൈനസ് മൈനസ് 9 ആണ്. അതായത് 32ന് 41 ആകാൻ ഒരു 9ന്റെ കുറവുണ്ടായിരുന്നു. അതാണ് ഒരു മൈനസ് 9 ഇട്ടത്. അപ്പൊ പ്ലസ് 9 41 ആവുമല്ലോ. അതായിരുന്നു എന്റെ ലോജിക്. 32 കോൺഗ്രുവന്റ് ടു മൈനസ് 9 മോഡ് 41. ഇവിടെ നോക്കിക്കോളണേ. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ, എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ, ബി കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ, ബി കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ, ബി കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ. കോൺഗ്രുവൻസിന് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എ കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ. എ കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ. 2⁵ കോൺഗ്രുവന്റ് ടു 32 മോഡ് 41 ആണ്. ഇനി അതേസമയം 32 കോൺഗ്രുവന്റ് ടു മൈനസ് 9 മോഡ് 41 ആണ്. എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി, ദെൻ എ കോൺഗ്രുവന്റ് ടു സി എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇവരെ രണ്ടുപേരെ ഉപയോഗിച്ച് 2⁵ കോൺഗ്രുവന്റ് ടു മൈനസ് 9 മോഡ് 41 എന്ന് ഞാൻ രണ്ട് സൈഡും ഞാൻ വീണ്ടും സ്ക്വയർ ചെയ്യുന്നു. രണ്ട് സൈഡും വീണ്ടും സ്ക്വയർ ചെയ്യുന്നു. 2⁵ the whole square is 2⁻10. Minus 9 the whole square is 81 mod 42. 81 mod 42. ഇവിടെ ചെയ്ത സ്റ്റെപ്സ് ഒന്നും കൂടെ നോക്കുക. വീണ്ടും പറയുകയാണ്. 2 കോൺഗ്രുവന്റ് ടു 2 മോഡ് 41 ആണ്. എ കോൺഗ്രുവന്റ് ടു എ മോഡ് എൻ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അടുത്ത രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. വീണ്ടും രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. ഒന്നാമത്തെ കോൺഗ്രുവൻസ് രണ്ടാമത്തെ കോൺഗ്രുവൻസ് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എ കോൺഗ്രുവന്റ് ടു ബി, സി കോൺഗ്രുവന്റ് ടു സി ഡി, ദെൻ എ സി കോൺഗ്രുവന്റ് ടു ബി ഡി. രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 2⁴ is congruent to 2 × 16 mod 41. That is 2⁵ congruent to 32 mod 41. ഇനി അടുത്ത് 32 41 ആകാൻ ഒരു 9ന്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതും 32 മൈനസ് 9 ആണ്. അപ്പൊ 32 പ്ലസ് 9 41ന്റെ മൾട്ടിപ്പിൾ ആയി. അപ്പൊ 32 കോൺഗ്രുവന്റ് ടു മൈനസ് 9 മോഡ് 41 എന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം n ഡിവൈഡ്സ് a മൈനസ് ബി, ദെൻ a കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ. അപ്പൊ ഇവിടെ 32 കോൺഗ്രുവന്റ് ടു മൈനസ് 9 മോഡ് 41. അപ്പോ എ കോൺഗ്രുവന്റ് ടു ബി, ബി കോൺഗ്രുവന്റ് ടു സി, ദെൻ എ കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ. റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഞാൻ എഴുതി. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. രണ്ട് സൈഡും വീണ്ടും സ്ക്വയർ ഇടും. 2⁻10 കോൺഗ്രുവന്റ് ടു 81 മോഡ് 42. 81 മോഡ് 42. ഇനി അടുത്ത് 42ന്റെ അടുത്ത മൾട്ടിപ്പിൾ 84 ആണ്. 42 അല്ല 41 ആണ്. തെറ്റിപ്പോയി. 41 ആയിരുന്നു. 41. 41ന്റെ അടുത്ത മൾട്ടിപ്പിൾ 42 ആണ്. 82 ആണ്. 82. ഇവിടെ 81 വന്നിട്ടുണ്ട്. അതായത് 1 കുറവാണ്. അതായത് നിങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യം ഞാൻ എഴുതുകയാണ്. 41 ഡിവൈഡ്സ് 81 മൈനസ് -1. ഒരു 1ന്റെ കുറവല്ലേ ഉള്ളൂ. അപ്പൊ 81 പ്ലസ് 1. അപ്പൊ അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 81 മൈനസ് -1. എന്താണ് എന്റെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 81 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41. 81 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41. 2⁻10 കോൺഗ്രുവന്റ് ടു 81 ആണ്. 2⁻10 കോൺഗ്രുവന്റ് ടു 81 ആണ്. 81 കോൺഗ്രുവന്റ് ടു -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് 2⁻10 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41 എന്ന് നിങ്ങൾക്ക് എഴുതാം.
2^10 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41 എന്ന് നിങ്ങൾക്ക് എഴുതാം. അടുത്ത ഞാൻ രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുമ്പോൾ 2^10 ദ ഹോൾ സ്ക്വയർ 2^20. നമുക്ക് ആഗ്രഹിച്ച 20th പവറിലേക്ക് നമ്മൾ എത്തി കേട്ടോ. ആഗ്രഹിച്ച 20th പവറിലേക്ക് നമ്മൾ എത്തി. -1 ദ ഹോൾ സ്ക്വയർ 1 ആണ്. 1 മോഡ് 41. 1 മോഡ് 41. 2^20 കോൺഗ്രുവന്റ് ടു -1 സ്ക്വയർ 1 മോഡ് 41. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എന്നിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. n ഡിവൈഡ്സ് 41 ഡിവൈഡ്സ് a മൈനസ് ബി 2^20 -1. അതല്ലേ തെളിയിക്കാൻ പറഞ്ഞത്. 41 ഡിവൈഡ്സ് 2^20 -1 തെളിയിച്ചു കഴിഞ്ഞു. ഡൺ. കോൺഗ്രുവന്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളാണ്. കോൺഗ്രുവന്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഇനി ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഇതുവരെ നമ്മൾ പ്രൂവ് ചെയ്ത പ്രോപ്പർട്ടികളാണ് ഉപയോഗിച്ചത്. വീണ്ടും ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ഇതുവരെ തെളിയിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. തെളിയിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, നോക്കുക. 41 ഡിവൈഡ്സ് 2^20 -1 ആണ്. എനിക്ക് 2^20 എന്ന 2ന്റെ പവറിലേക്ക് എത്തണം. എനിക്ക് വലിയ കാൽക്കുലേഷൻ ചെയ്യാൻ മടിയാണ് താനും. കാൽക്കുലേറ്റർ ഉണ്ട്, എങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. 2 കോൺഗ്രുവന്റ് ടു 2 ആണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മാർക്ക് കിട്ടില്ല. 2 കോൺഗ്രുവന്റ് ടു 2 ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആദ്യത്തെ പ്രോപ്പർട്ടി എ കോൺഗ്രുവന്റ് ടു എ. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച അവസാനത്തെ പ്രോപ്പർട്ടി, ആ ബൾക്കിലുള്ള അവസാനത്തെ പ്രോപ്പർട്ടി. രണ്ട് സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പവർ എടുക്കാം. ഇഷ്ടമുള്ള പവർ എടുക്കാം. ചിലർ ചോദിക്കും raised-20 തന്നെ അങ്ങ് എടുത്താൽ പോരെയെന്ന്. അപ്പൊ ഇപ്പോഴത്തും 2^20 ആവും. 2^20 കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്ററിന് ഉപയോഗിക്കേണ്ടി വരും. അതിനെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. വലിയ പാടാണ്. അതുകൊണ്ട് അത് ചെയ്യരുത്. ഞാൻ സിമ്പിൾ ആയിട്ട്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ പോകാൻ പാടുള്ളൂ. രണ്ട് സൈഡ് സ്ക്വയർ എടുത്തു 4. വീണ്ടും സ്ക്വയർ എടുത്തു 2^4 കോൺഗ്രുവന്റ് ടു -16 മോഡ് 41. 20ലേക്ക് പോകാൻ ആദ്യം 5 കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ 5 എടുത്താൽ ഉപയോഗമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ 5 ആക്കാൻ നോക്കിയത്. പവർ 5 ആക്കാൻ നോക്കിയത്. അപ്പൊ ഇവർ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2^4 2^5 ആയി. 2 × 16 32 ആയി. 32. അടുത്ത സ്ക്വയർ എടുക്കാൻ 32 ഒരു വലിയ നമ്പറാണ്. 32 ഒരു വലിയ നമ്പറാണ്. സ്ക്വയർ എടുത്താൽ വലിയ നമ്പർ കിട്ടും. വലിയ നമ്പർ കൊണ്ടുള്ള ഡിവിഷനും ഒക്കെ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ 32 എത്തിയപ്പോൾ ഒന്ന് പകച്ചു നിന്നത്. ശരി, 32 41 ആകാൻ ഒരു 9ന്റെ കുറവുണ്ട്. 32 41 ആകാൻ, 41ന്റെ മൾട്ടിപ്പിൾ ആകാൻ ഒരു 9ന്റെ കുറവുണ്ട്. അതുകൊണ്ട് 32 -9, 32 + 9 ആണ്. അത് 32 -9 41നെ ഡിവൈഡ് ചെയ്യും. 41 ഡിവൈഡ് ചെയ്യും. അപ്പൊ 32 കോൺഗ്രുവന്റ് -9. അപ്പൊ 2^5 കോൺഗ്രുവന്റ് 32 ആണ്. 32 കോൺഗ്രുവന്റ് -9 ആണ്. എ കോൺഗ്രുവന്റ് ബി, ബി കോൺഗ്രുവന്റ് സി, then എ കോൺഗ്രുവന്റ് സി ഉപയോഗിച്ച് 2^5 കോൺഗ്രുവന്റ് -9. -9 is a comparatively smaller number to take a square. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. 2^10 കോൺഗ്രുവന്റ് -9 സ്ക്വയർ 81 ആണ്. 81 മോഡ് 41. ഓക്കെ, 81 അഗെയിൻ 81. അയാളും 41ന്റെ മൾട്ടിപ്പിൾ 82 ആകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷെ 1ന്റെ കുറവുണ്ട്, ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ 81 + 1 81 -1 41 81 -1 ഡിവൈഡ് ചെയ്യും. അപ്പൊ 81 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41. 81 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41. 2^10 കോൺഗ്രുവന്റ് ടു -1 മോഡ് 41. അവിടെയും ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. ഇനി ഒരു പവർ കൂടെ എടുത്താൽ മതി, കാര്യം റെഡിയാവും. അതുകൊണ്ട് രണ്ട് സൈഡ് പവർ എടുക്കുന്നു. 2^20 കോൺഗ്രുവന്റ് ടു -1 സ്ക്വയർ 1 സ്ക്വയർ 1 ആണ് മോഡ് 41. n കോൺഗ്രുവന്റ് ടു ബി മോഡ് എന്നിന്റെ അർത്ഥം n ഡിവൈഡ്സ് a മൈനസ് ബി എന്നാണ്. 41 ഡിവൈഡ്സ് 2^20 -1 കഴിഞ്ഞു. ഹെൻസ് നമ്മളത് തെളിയിച്ചു. വളരെ സിമ്പിൾ ആയി തന്നെ തെളിയിച്ചു. ഓക്കെ, ഇനി ഇതുപോലെയല്ല, ഇത്തിരി പ്രശ്നമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ.
ഫൈൻഡ് ദ റിമൈൻഡർ obtained when obtained when 1 factorial plus 2 factorial plus 3 factorial plus etc. plus 100 factorial is divided by 12. 1 factorial plus 2 factorial plus 3 factorial plus etc. plus 100 factorial is divided by 12. Done. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഈ വലിയ നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? ഈ വലിയ നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുക, 1 ഫാക്ടോറിയൽ 1, 2 ഫാക്ടോറിയൽ 2, 3 ഫാക്ടോറിയൽ 6, 4 ഫാക്ടോറിയൽ 24, 5 ഫാക്ടോറിയൽ 120, 6 ഫാക്ടോറിയൽ 720. 6 ഫാക്ടോറിയൽ എത്തിയപ്പോഴേക്കും വലിയ നമ്പറായി. ആൻഡ് ദിസ് ഗോസ് ഓൺ. 10 ഫാക്ടോറിയൽ എന്നൊക്കെ പറയുമ്പോൾ 36 ലക്ഷമാവും. 10 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ 36 ലക്ഷമായി. ലിറ്ററലി വെറുതെ 10 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനല്ല, ഇതെല്ലാം കൂടെ കൂട്ടണം കേട്ടോ. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 10 ഫാക്ടോറിയൽ. 36 ലക്ഷമാണ്. എന്താണ് 10 ഫാക്ടോറിയൽ മാത്രം 36 ലക്ഷമാണ്. അപ്പൊ ഇവരെല്ലാം കൂട്ടിയാൽ എന്ത് വലിയ നമ്പർ ആയിരിക്കും? 10 വരെയും പോരാ, 100 ഫാക്ടോറിയൽ വരെ പോണം. 100 ഫാക്ടോറിയൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ 100 ഫാക്ടോറിയൽ അടിച്ചാൽ ഉറപ്പായിട്ട് എറർ കാണിക്കും. അല്ലെങ്കിൽ എന്താണ് വലിയ നമ്പറാണ്. ഏകദേശം 158 ഡിജിറ്റ്സ് ഉള്ള വലിയ സംഖ്യയാണ്. 158 ഡിജിറ്റ്സ് ഉള്ള വലിയ സംഖ്യയാണ് 100 ഫാക്ടോറിയൽ മാത്രം. താഴെയുള്ള എല്ലാവരുമായിട്ട് കൂട്ടണം. എന്തുമാത്രം വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഈ വലിയ നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ. ഇതാണ് നിങ്ങളുടെ ജോലി. ശരി, നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. 1 അറ്റ് എ ടൈം ഞാൻ എടുക്കുകയാണ് കേട്ടോ. 1 ഫാക്ടോറിയൽ എടുക്കുക. 1 ഫാക്ടോറിയൽ 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 is congruent equal to 12 into 0 plus 1. ഡിവിഷൻ എടുക്കുന്നത് 1നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 1 ആണ്. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ന് നോട്ടായിട്ട് പറഞ്ഞിരുന്നു എനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അയാളോട് എ കോൺഗ്രുവന്റ് ആയിരിക്കും. കോൺഗ്രുവന്റ് ആയിരിക്കും. 1നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 1 ആണ്. അതുകൊണ്ട് 1 തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. 1 തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും മോഡുലോ 12. അത് പിന്നെ ഇയാളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. എ കോൺഗ്രുവന്റ് എ മോഡ് എന്നാണ് നമുക്കറിയാം. ഇനി അടുത്ത നമുക്ക് 2 ഫാക്ടോറിയൽ എടുക്കാം. 2 ഫാക്ടോറിയൽ 2 ആണ്. 2നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എഗെയിൻ റിമൈൻഡർ 2 തന്നെ കിട്ടും. അപ്പൊ 2 കോൺഗ്രുവന്റ് ടു 2 മോഡ് 12. 3 ഫാക്ടോറിയൽ എടുക്കാം. 3 ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ 1 ഫാക്ടോറിയൽ എന്നാണ്. 1 ഫാക്ടോറിയൽ ആണല്ലോ 1. അപ്പൊ 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് 1 മോഡ് 12, 2 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് 2 മോഡ് 12. 3 ഫാക്ടോറിയൽ 6 ആണ്. 6നും ഇത് തന്നെ അവസ്ഥ. 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 തന്നെ കിട്ടും റിമൈൻഡർ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവന്റ് ടു 6 കോൺഗ്രുവന്റ് ടു 6 മോഡ് 12. 6 കോൺഗ്രുവന്റ് ടു 6 മോഡ് 12. ഇനി അടുത്ത 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4. 1 into 2 into 3 into 4. That is equal to
24. 24-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 0. 24-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 0. റിമൈൻഡർ 0. റിമൈൻഡറിനോട് കോൺഗ്രുവന്റ് ആണ്. 24 റിമൈൻഡറിനോട് കോൺഗ്രുവന്റ് ആണ്. 24 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 0 മോഡ് 12. അതായത് മൾട്ടിപ്പിൾ ആണെന്ന് സാരം. മൾട്ടിപ്പിൾ ആണ്. 4 ഫാക്ടോറിയൽ ആരുടെ മൾട്ടിപ്പിൾ ആണ്? 12ന്റെ മൾട്ടിപ്പിൾ ആണ്. അതിനെനിക്ക് ഇയാളുടെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കണേ. 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 എന്ന ടേം അവിടെ കിടക്കുന്നു. 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിളിന്റെ അടുത്ത് 12 കിടക്കുകയല്ലേ? 12. അപ്പൊ പിന്നെ റിമൈൻഡർ 0 അല്ലേ വരത്തുള്ളൂ. മൾട്ടിപ്പിൾ അല്ലേ, റിമൈൻഡർ 0 അല്ലേ വരത്തുള്ളൂ. നൗ 5 ഫാക്ടോറിയൽ എടുക്കുകയാണ്. 5 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. എഗെയിൻ 3 ഇൻറ്റു 4 കിടക്കുകയല്ലേ? 3 ഇൻറ്റു 4 12 കിടക്കുകയല്ലേ? 12 കിടന്നാൽ മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ? മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. 5 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 0 മോഡ് 12. അടുത്ത 6 ഫാക്ടോറിയൽ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6. എഗെയിൻ 3 ഇൻറ്റു 4 കിടക്കുകയല്ലേ? 12 കിടക്കുകയല്ലേ? മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ? സോ 6 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 0 മോഡ് 12. ആൻഡ് സോ ഓൺ. ഓക്കെ, ഞാൻ ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. 12 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 4 ആണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിൽ 3 ഇൻറ്റു 4, നിങ്ങളുടെ ഫാക്ടോറിയൽ 3 ഇൻറ്റു 4 എന്ന ടേം വന്നു കഴിഞ്ഞാൽ അത് 12ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടാകും. 1 ഫാക്ടോറിയലില് 3 4 ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ആയിട്ടില്ല. 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 1. 2 ഫാക്ടോറിയലും അത് തന്നെ അവസ്ഥ, വന്നിട്ടില്ല, അതുകൊണ്ട് 2 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 2. 3 ഫാക്ടോറിയലിലും വന്നിട്ടില്ല, 3 വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെയും 3 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 6. 4 ഫാക്ടോറിയൽ ആദ്യമായി 3 ഇൻറ്റു 4 വന്നു, 12ന്റെ മൾട്ടിപ്പിൾ ആയി. മൾട്ടിപ്പിൾ ആണെങ്കിൽ കോൺഗ്രുവന്റ് 0 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 4 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് 0 മുറിക്കും. 5 ഫാക്ടോറിയൽ 3 ഇൻറ്റു 4 ഉണ്ട്, കോൺഗ്രുവന്റ് 0 മോഡ് 12. 6 ഫാക്ടോറിയൽ 3 ഇൻറ്റു 4 ഉണ്ട്, 12 ഉണ്ട്, കോൺഗ്രുവന്റ് 0 മോഡ് 12. ഇനി അങ്ങോട്ട് 7 ഫാക്ടോറിയൽ, 8 ഫാക്ടോറിയൽ, 100 ഫാക്ടോറിയൽ. അതിനുശേഷവും 3 ഇൻറ്റു 4 കാണും, മൾട്ടിപ്പിൾ ഓഫ് 12 ആയിരിക്കും. 3 ഇൻറ്റു 4 കാണും, മൾട്ടിപ്പിൾ ഓഫ് 12 ആയിരിക്കും. അപ്പോ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോൺഗ്രുവന്റ് 0 ആണ്. അത് ഞാൻ എഴുതി വെച്ചു. അതുകൊണ്ട് അതെല്ലാം ഞാൻ എഴുതി വെച്ചു. ഇനി അപ്പൊ 100 ഫാക്ടോറിയൽ വരെ നമ്മൾ ചിന്തിക്കേണ്ട, എല്ലാവരും കോൺഗ്രുവന്റ് 0 ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് സി ആൻഡ് സി കോൺഗ്രുവന്റ് ടു ഡി മോഡ് സി ആണെങ്കിൽ രണ്ട് സൈഡും കൂട്ടാം. ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാവരുടെ രണ്ട് സൈഡ് ഞാൻ കൂട്ടാൻ പോവാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് ഒന്ന് കുറച്ചുകൂടെ എഴുതാം, 4 ഫാക്ടോറിയലും കൂടെ ഒക്കെ എഴുതാം. 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവന്റ് ടു അപ്പുറത്തെ സൈഡ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 1 ആയിരുന്നു, അതുകൊണ്ട് 1. 2 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 2 ആയിരുന്നു, അതുകൊണ്ട് 2. 3 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 6 ആയിരുന്നു, അതുകൊണ്ട് 6. 4 ഫാക്ടോറിയൽ 0 5 ഫാക്ടോറിയൽ 0. ഇനി അങ്ങോട്ടെല്ലാം 0 ആയിരിക്കും. മോഡ് 12. Therefore, this is congruent to 1 plus 2 plus 3, 1 plus 2 plus 6, 9. പിന്നെ എല്ലാം 0 ആണ്, അതുകൊണ്ട് അയാളെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 9 മോഡ് 12. ശ്രദ്ധിക്കുക 9 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത്
എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ എന്ന് പറഞ്ഞാൽ എയും ബിയും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ തരുമെന്നാണ്. എയും ബിയും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം റിമൈൻഡർ തരുമെന്നാണ്. ഇന്ന് ഞാൻ പ്രൂവ് ചെയ്ത തിയറം. എ ബി എ കോൺഗ്രുവന്റ് ടു ബി ആണെങ്കിൽ ഇഫ് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ, then A and B leaves same remainder when divided by n. n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയും ബിയും സെയിം റിമൈൻഡർ ആണ് ലീവ് ചെയ്യുന്നത്, സെയിം റിമൈൻഡർ ആണ് തരുന്നത്. അതായത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയലിനെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും സെയിം ആയിരിക്കും. അതുകൊണ്ട് 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവിഷൻ നൽകുന്നു. 9 is equal to 12 into 0 plus 9. 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9ന് 12 ഒന്നും ഇല്ല. അപ്പൊ 12 into 0 ബാക്കി 9. 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 9. അപ്പോ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയലിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറോ ഇവിടെ കിട്ടിയ ആള് തന്നെ. Therefore, a remainder obtained when 1 factorial plus 2 factorial plus etc. plus 100 factorial divided by 12 is 9. കഴിഞ്ഞു. അത്രയും വലിയ നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 9 ആണ്. നമ്മൾ അത്രയും വലിയ നമ്പർ കണ്ടുപിടിച്ചിട്ടില്ലതാണ്. സിമ്പിൾ ജോബ്. വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ഇത്രയും വലിയ നമ്പർ ഡിവൈഡഡ് ബൈ 12. 12 എന്ന് പറഞ്ഞാൽ 3 into 4 ആണ്. 3 into 4 വരുന്നത് വരെ ഞാൻ ഇവിടെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 ഫാക്ടോറിയൽ 1 ആണ്, 1 കോൺഗ്രുവന്റ് ടു 1 മോഡ് 12 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്, 2 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് ടു 2 മോഡ് 12 ആണ്, 3 ഫാക്ടോറിയൽ 1 into 2 into 3 ആണ്, 6 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ കോൺഗ്രുവന്റ് 6 മോഡ് 12. അടുത്ത 4 ഫാക്ടോറിയൽ ആയപ്പോൾ ആദ്യമായി 3 into 4 വന്നു. അതായത് 12ന്റെ മൾട്ടിപ്പിൾ ആണോ കോൺഗ്രുവന്റ് 0. 5 ഫാക്ടോറിയൽ 3 into 4 അതിൻ്റെ അകത്തുണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 12 ആൻഡ് സോ ഓൺ. ഇവരെല്ലാവരും മൾട്ടിപ്പിൾ ഓഫ് 12 ആയിരിക്കും. അതുകൊണ്ട് അവരെല്ലാവരും കോൺഗ്രുവന്റ് 0 ആയിരിക്കും. എ കോൺഗ്രുവന്റ് ബിയും സി കോൺഗ്രുവന്റ് ഡിയും ആണെങ്കിൽ രണ്ട് സൈഡ് ആഡ് ചെയ്യാം. ഇതെല്ലാം കോൺഗ്രുവൻസ് ആണ്. എല്ലാവരെയും കൊണ്ട് ആഡ് ചെയ്യും. അപ്പോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് വേണ്ട ആളെ കിട്ടും. കോൺഗ്രുവന്റ് 1 plus 2 plus 6 plus 0 plus 0 plus etc. 0 mod 12. That is equal to 9 mod 12. എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എയിനെയും ബിയിനെയും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യുന്ന സെയിം റിമൈൻഡർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയലിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാൻ 9നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. അത് 9 തന്നെ. രണ്ടുപേരും സെയിം റിമൈൻഡർ ലീവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 100 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 9 ആണ്. ഡിവൈഡഡ് ബൈ 12 9 ആയിരിക്കും. കഴിഞ്ഞു. ഇത്രയും വലിയ നമ്പറിന്റെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചു. ഞാൻ ഡിവിഷൻ ഒന്നും ചെയ്തിട്ടില്ലതാണ്. കീപ്പിംഗ് ദിസ് പ്രോബ്ലം ഇൻ മൈൻഡ്, എനിക്ക് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് തരാനുണ്ട്. അത് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഫൈൻഡ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് when 1 factorial plus 2 factorial plus 3 factorial plus etc. plus ഒരു 1000 ഫാക്ടോറിയൽ 1000 ഫാക്ടോറിയൽ is divided by
ഡിവൈഡഡ് ബൈ 20. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ വലിയ നമ്പറിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുക. 20 എന്ന് പറയുന്നത് 4 ഇൻറ്റു 5 ആണെന്നുള്ള കാര്യം ഓർക്കണം. 20 4 ഇൻറ്റു 5 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും.